ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാനും നിമിഷങ്ങൾക്കകം നോമിനേഷൻ നടക്കും. അതായത് അവസാന ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ. അതിൽ ബിഗ് ബോസ് പറയുന്ന കാര്യം ഇതാണ്: അവസാന നാളുകളിലേക്ക് എത്തിച്ചേരാൻ യോഗ്യരല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 2 പേരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറയുന്നത്. അതനുസരിച്ച് മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. ആദ്യം കൺഫെഷൻ റൂമിലേക്ക് പോകുന്നത് നോറയാണ്. നോറ പോയി പറയുന്നത് അഭിഷേകിനെയാണ്. അത് കഴിഞ്ഞ് പോകുന്ന അഭിഷേകാണ്. അഭിഷേക് പറയുന്ന കാര്യം ഇതാണ്: തുടക്കത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ വേസ്റ്റ് ആയി പോയി, എല്ലാം ഒന്നും അങ്ങോട്ട് പാലിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞെത്തുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ എത്തുന്നത് നോറയെ കുറിച്ചാണ് പറയുന്നത്. നോറ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറയെ നോമിനേറ്റ് ചെയ്യുന്നത്. സിജോ വരുന്നു. സിജോ വന്നിട്ട് ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഉത്തരവാദിത്തം എന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും ചെയ്യാത്ത ആളാണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ സിജോ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഋഷി വന്നിട്ടാണ്. ഋഷി പറയുന്ന ഒരു കാര്യമുണ്ട്. ഋഷി വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് സായി കൃഷ്ണയാണ്. സായി കൃഷ്ണയെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സായി വന്നിരിക്കുന്നത് ഇവിടെ സായി കൃഷ്ണ എന്നൊരു വ്യക്തിയെ കണ്ടുപിടിക്കാനാണ്. പുള്ളി അത് കണ്ടുപിടിച്ചെന്നാ പറയണേ. ഇനിയും കണ്ടുപിടിച്ചെങ്കിൽ ഇനിയും പുള്ളി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണനെ ഋഷി അവിടെ നോമിനേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോമിനേഷൻ പ്രക്രിയ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ഇവിടെ 5 പേരെയാണ് ഇപ്പൊ പ്രൊമോയിൽ 5 പേര് നോമിനേറ്റ് ആയ ഈ പോയ 5 പേര് നോമിനേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ജിൻഡോ എന്തായാലും ഓൾറെഡി അവർ നോമിനേറ്റ് ചെയ്യും, അതോ ചെയ്യത്തില്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം. എന്തുമായാലും ഈ ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ സഹിതം എല്ലാവരും നോമിനേഷനിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാം നമുക്ക് കാത്തിരുന്നതിന് കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.